കോവിഡ് വ്യാപനത്തെ തുടർന്ന് 7 മാസത്തെ യാത്രാവിലക്കിന് ശേഷം ഓഗസ്റ്റ് 1 മുതലാണ് വാക്സിൻ എടുത്ത പ്രവാസികൾക്ക് കുവൈറ്റിലേക്ക് നേരിട്ടെത്താൻ യാത്രാനുമതി നൽകിയത്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏതാനും രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിലക്ക് തുടരുകയായിരുന്നു. ഇപ്പോഴിതാ കോവിഡിന്റെ ഡെൽറ്റ വൈറസ് വ്യാപനം രൂക്ഷമായ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കായിരുന്നു വിലക്ക് തുടർന്നത്. എന്നാൽ പ്രവാസികൾക്കേറെ ആശ്വാസം നൽകിക്കൊണ്ട് വിലക്ക് പിൻവലിക്കുകയായിരുന്നു കുവൈറ്റ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റ് റെഡ് ലിസ്റ്റിൽപ്പെടുത്തിയ രാജ്യങ്ങൾക്കുള്ള വിലക്ക് പിൻവലിച്ചുകൊണ്ടുള്ള ക്യാബിനറ്റ് തീരുമാനം പുറത്തുവന്നു. അങ്ങനെ മലയാളികൾ ഉൾപ്പെടെ 10,000-കണക്കിന് പ്രവാസികളാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള യാത്രാരേഖകൾ ക്യാബിനറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. പുതിയ തീരുമാനത്തോടെ ഇന്ത്യൻ പ്രവാസികൾക്ക് രാജ്യത്ത് പ്രവേശിക്കാമെന്നതുപോലെ തന്നെ കുവൈറ്റിന് പുറത്തേക്ക് തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഒരുങ്ങുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൃത്യമായ നിബന്ധനകൾ പാലിച്ചു മാത്രമേ യാത്രാനുമതി നൽകുകയുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് ടിക്കറ്റ് ബുക്കിംഗ് ചതിയിൽ പെടരുതെന്ന് എയർ ഇന്ത്യ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്ത്യ കുവൈറ്റ് റൂട്ടിൽ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ബുക്കിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ബുക്കിംഗ് ആരംഭിക്കുന്നതിന് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിന്റെയും വ്യോമയാന ഡയറക്ടറേറ്റിന്റെയും അനുമതി കാത്തിരിക്കുകയാണ് അധികൃതർ. അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്യും. അതിനിടെ വ്യാജ ബുക്കിംഗ് അറിയിപ്പുകളിൽ വീഴരുതെന്ന് ട്രാവൽ ഏജന്റുമാരോടും യാത്രക്കാരോടും എയർ ഇന്ത്യ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതേസമയം ജസീറ എയർവേസ് ബുക്കിംഗ് തുടരുകയാണ്. അവരുടെ വെബ്സൈറ്റ് വിവരമനുസരിച്ച് ഈ മാസം ലഭിക്കുന്ന കുറഞ്ഞ നിരക്ക് 1,27,808 രൂപയാണ്. ചില ദിവസങ്ങളിൽ നിരക്ക് 2,17,058 എന്നും സൈറ്റിൽ കാണിക്കുന്നുണ്ട്. കുവൈറ്റ് എയർവേസ്, ഇൻഡിഗോ വിമാനങ്ങളും കുവൈറ്റിലേക്ക് നേരിട്ടുള്ള സർവീസിന് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.